കലാസ്നേഹികളെ, നമ്മൾ തമ്മിൽ ഒരു ആമുഖത്തിന്റെ ആവശ്യമുണ്ടോ പ്രേക്ഷകരെ? നമുക്ക് നേരിട്ട് സിനിമയിലേക്ക് കടക്കുന്നതല്ലേ നല്ലത്. കിഴക്കേപ്പാടം എന്ന അതിമനോഹരമായ ഒരു തമിഴ് ഗ്രാമത്തിൽ ഒരു ചെറിയ ഇഡ്ഡലിക്കടയുണ്ട്. അവിടെ ഒരു ഉരുളിയും അമ്മിക്കല്ല് മരക്കല്ലും അതിനൊരു മുതലാളിയും അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഇഡ്ഡലിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. കാലത്ത് 4 മണിക്ക് എണീറ്റ് കുളിച്ചൊരുങ്ങി പൊട്ടും തൊട്ട് ഉഴുന്നും മാവും താങ്ങിപ്പിടിച്ചു പോയ ഒരു ആട്ടുകല്ലിലേക്ക് ഇട്ട് നിർത്താതെ 2 മണിക്കൂർ എന്നും അരയ്ക്കും. ഇദ്ദേഹം ഒരു തികഞ്ഞ അഹിംസാവാദിയും ആധുനിക ഉപകരണങ്ങളോട് വിരോധമുള്ള ആളുമാണ്. ഉദാഹരണത്തിന് ഒരു ഗ്രൈൻഡർ വാങ്ങിച്ച് അരച്ചാൽ പോരെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ കൊക്കക്കോളയും ഗ്രൈൻഡറും അദ്ദേഹത്തിന് അലർജിയാണ് അത്രേ. അവനൊരു സാത്വികനായ ഗാന്ധിയനാണ്. അതിനാൽ തന്നെ അഹിംസയാണ് ഏറ്റവും വലിയ അധർമ്മം എന്നൊക്കെ എഴുതി വെക്കും ചുമരില്ല. അങ്ങനല്ല, അഹിംസയാണ് ഏറ്റവും വലിയ ആയുധം. എളുപ്പമുള്ള ഒന്നും പുള്ളിക്ക് പറ്റില്ല, പാടുള്ളതേ പറ്റൂ. എനിക്ക് പാടുള്ളേ പറ്റുള്ളൂ. ഗ്രൈൻഡറിൽ അരച്ച മാവും മാനം പോയ പെണ്ണ് ഒരുപോലെയാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്ത് തപ്പ്? തപ്പ് നിങ്ങളെ തലയ്ക്കകത്താണ്. കാലഘട്ടം മൊത്തത്തിൽ നശിച്ചു പോയി. പണ്ടൊക്കെ എത്ര നല്ലതായിരുന്നു. നമുക്ക് ഈ വീടും റേഷൻ കടയും മണ്ണെണ്ണയൊക്കെ പോരെന്ന് ചോദിക്കുന്ന ഒരുപാട് മൂത്ത കളവന്മാരുള്ള നാടാണ് ഇതിപ്പോഴും. അഷ്ടിക്ക് വകയില്ലാതിരുന്ന കാലത്ത് നിന്ന് 5 നേരം മൃഷ്ടാനം ഭോജനം കഴിക്കുന്ന ലെവലിലേക്ക് മനുഷ്യർ മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ടെക്നോളജിക്കും കാലഘട്ട മാറ്റത്തിനും വലിയ പങ്കുണ്ട്. നൊസ്റ്റ് പിടിച്ചിരിക്കുന്ന ഇതേപോലത്തെ കുറെ കളവന്മാർ ഇപ്പോഴും ഉണ്ട് പഞ്ചായത്തിൽ. എന്നിട്ടൊരു അസുഖം വന്ന കിംസ് തന്നെ പോവുകയും വേണം. എനിവേ ഗൈസ്, ധനുഷ് ആണ് ഇദ്ദേഹത്തിന്റെ മകൻ. പുള്ളിക്ക് വെളിനാട്ടിലൊക്കെ പോയി പഠിക്കണം, ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ വയ്യ. അങ്ങനെ ചെന്നൈക്ക് പോകാൻ നിൽക്കുന്ന മകന്റെ അടുത്ത് അവസാനം ഈ തന്ത പറയുകയാണ്, അത് കൊള്ളാടാ തന്തേ, നാട് വിട്ട് പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേ അവസാനമായിട്ട് കൊടുക്കണ ഉപദേശമാണ്, ഞാൻ ചത്ത ആത്മാവ് കടയിൽ തന്നെ കാണുന്നു. പണ്ടാരടങ്ങാറിട്ട് ഇങ്ങനെ മരിച്ച അപ്പോഴേ ആ കട വെഞ്ചരിച്ചോണം. അല്ല മോൻ ഈ ഇഡ്ഡലിക്കടയുടെ ഫ്രാഞ്ചൈസി തുടങ്ങണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞ തന്തയല്ലേ നിങ്ങള്? മനസ്സിലായില്ല? ഫ്രാഞ്ചൈസി ഇട്ട കടയ്ക്ക് അങ്ങേരെ പേര് വെക്കില്ല. അങ്ങേരെ കടയാണെങ്കിൽ അങ്ങേരെ തന്നെ സമ്മതിക്കണമെന്ന്. എടോ ധനുഷ് ഒരു സെൻട്രലിസ്റ്റ് കിച്ചൺ ഉണ്ടാക്കിയാൽ പോരായിരുന്ന ആ പോട്ടെ. അല്ലെങ്കിൽ മൂത് കളവന്റെ കൂടെ പാർട്ണർഷിപ്പ് ചെയ്യാൻ തന്നെ നല്ലത്, നീ രക്ഷപ്പെടും. അങ്ങനെ അവിടുന്ന് ചെന്നൈക്ക് പോയ ധനുഷ് ബാങ്കോക്കിൽ പോയി വലിയ ആളാവുകയാണ്. അവിടെയൊക്കെ ചെന്നെങ്കിലും പുള്ളിക്ക് ബണ്ണ് കണ്ട ഇഡ്ഡലി ഓർമ്മ വരും. എടാ ബാറ്റ് കണ്ട സച്ചിന് ഓർമ്മ പറഞ്ഞൊക്കെ സ്വാഭാവികം. അതെന്നടാ ഇത് ബണ്ണ് കണ്ട ഇഡ്ഡലി ഓർമ്മ പറഞ്ഞ? സോഫ്റ്റ് ആയിട്ട് പിതുകണ എന്ത് കണ്ടാലും നിനക്ക് ഇഡ്ഡലി ഓർമ്മ വരും. ഇതാണ് ധനുഷിന്റെ മുതലാളി, സത്യം പറയുന്ന രാജൻ. അദ്ദേഹത്തിന് ഒരു വെടല മകനുണ്ട്, അതാണ് ഇവൻ. ഇനി ഒരു മകളുണ്ട്. മകളുമായിട്ട് ധനുഷിന്റെ കല്യാണം ഉറപ്പിച്ചേക്കാണ്. അവർക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സത്യരാജാണെങ്കിൽ ധനുഷിന് ഇവനായിട്ട് ഭയങ്കര കമ്പാരിസൺ കേൾക്കണേ അന്ന് അവനെ വിളിച്ചോണ്ട് റിങ്ങിലിട്ട് കൂട്ടിയിട്ട് ഇടിക്കും. അതാണല്ലോ അവന്റെ ഹോബി. അങ്ങനെ ഇരിക്കെ ധനുഷിന്റെ അച്ഛൻ അങ്ങ് സമാധിയാക്കും. കല്യാണത്തിനാണെങ്കിൽ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ലോകം മൊത്തമുള്ള VIPs ഒക്കെ വരെയാണെന്ന്. സത്യരാജ് നീ പെട്ടെന്ന് പോയി പരിപാടിയൊക്കെ നടത്തിയിട്ട് തിരിച്ചു വന്നു പറയും. ധനുഷ് ചെന്ന് അച്ഛന്റെ ചടങ്ങൊക്കെ നടത്തി അമ്മേനെയും കണ്ട് റൗണ്ട് കയറി പഴയ കടയിലൊക്കെ കറങ്ങിട്ട് ഇറങ്ങി തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും അമ്മച്ചി അങ്ങ് മരിച്ചു. VIPs ഒക്കെ പറഞ്ഞാണ് അമ്മ മരിച്ചാലും അച്ഛൻ മരിച്ചാലും കല്യാണം നമുക്ക് മുടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ധനുഷിന്റെ കൂടെ ഹെൽപ്പറായിട്ട് വിട്ട് അങ്ങനെ കൊണ്ട് ധനുഷിനെ കൺവിൻസ് ചെയ്യാൻ നോക്കും. ഒടുവിൽ ധനുഷ് ആ കടയൊക്കെ വിൽക്കാനൊക്കെ നോക്കുമേ. പക്ഷെ മനസ്സ് പത്തലേ, ആ കട ഞാൻ വിൽക്കൂല. ഒടുക്ക അവരെ ശല്യം സഹിക്കാതെ ധനുഷ് പറയും കല്യാണം വേണ്ട, ഒരു കോപ്പും വേണ്ട, ഞാൻ പോയിരുന്നു മാവാട്ടാൻ പോണു. അങ്ങനെ അച്ഛന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് താൻ ആ ജോലിയെല്ലാം കളഞ്ഞ് ഈ കുഗ്രാമത്തിൽ വന്ന് ആ കട ഏറ്റെടുത്ത് നടത്താൻ നോക്കുകയാണ് നമ്മുടെ നായകൻ. എന്റെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, എടാ മൊണ്ണെ, നിന്റെ അച്ഛനെ ഒരു പഴയ മനുഷ്യൻ ശീലിച്ചതേ അങ്ങേര് ചെയ്യുള്ളൂ. നീ എന്തിനാ കിഴ ഇവിടെ കിടന്ന് അരയ്ക്കണ? നിനക്കൊരു ഗ്രൈൻഡർ വാങ്ങിച്ചൂടി. എടാ ഒരു കാര്യം അറിയാമോ, അഹിംസയും അന്ധവിശ്വാസം ഒരുമിച്ചുണ്ടെങ്കിൽ അത് ആകാശത്തു നിന്ന് വീണ അസ്ത്രം പോലെയാണ്. അത് തുളച്ചു കയറി നശിപ്പിക്കും നമ്മളെ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നിത്യമേനോനാണ് ഇതിലെ നായിക. നോൺ സ്റ്റോപ്പ് ആയിട്ട് 2 മണിക്കൂർ അരയ്ക്കാൻ പറ്റാതെ ഇരുന്നപ്പോ സഹായിക്കാൻ വന്നതാണ് നമ്മുടെ നിത്യമേനോൻ. 2 മണിക്കൂറൊക്കെ അമ്മിക്കല്ലിട്ട് എങ്ങനെ അരയ്ക്കണം. എന്നാൽ ഇവൾ ആരെങ്കിലും എടുത്തൊരു കാണാന്ന് വെച്ചിരുന്നപ്പോഴത്തേക്ക് അവളെ കൊണ്ടുപോയി പറ്റണില്ല. പക്ഷെ ഒടുവിൽ അവർ മാവ് അരച്ചെടുത്ത് സെറ്റ് ആക്കും. അങ്ങനെ ഇഡ്ഡലിയൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും അവിടെ ഗണപതി പ്രത്യക്ഷപ്പെടും. ഇതാണ് ഗണപതി. വിഘ്നേശ്വരന് ഒരു ഉരുള കൊടുക്കാതെ എങ്ങനെ തുടങ്ങും? അവിടെ ഓസിന് വന്ന് ഇഡ്ഡലി അടിക്കുന്ന ആശാനാണ് ഇങ്ങനെ. ഉള്ളില് മോന്ത കണ്ട് അറിയാതെ അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന്. നല്ല ഇറക്കണോ, ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണല്ലേ. അങ്ങനെ അവർ മാവാട്ടൽ തുടങ്ങാൻ ഒരാളെ കൂടി നിയമിക്കുകയാണ്. ധനുഷിനെ നോക്കാൻ ധനുഷിന്റെ കമ്പനി നിന്ന് ഇദ്ദേഹം ഇവരെ കൂടെ അങ്ങ് കൂടുകയാണ് ഗൈസ്. അച്ഛനുണ്ടാക്കിയ ഇഡ്ഡലിയുടെ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് സ്വാഭാവികമായും ആ ഇഡ്ഡലി കടയിൽ ആൾക്കാർ കുറയുകയാണ് ഗൈസ്. ഓപ്പോസിറ്റ് ഉള്ള ഒരു പൊറോട്ട കടയിലേക്ക് ആൾക്കാർ എല്ലാം ചേക്കേറുകയാണ്. അങ്ങനെ വിഷമിച്ച് ഉറങ്ങിക്കിടക്കുന്ന ധനുഷിന്റെ അടുത്തേക്ക് ചെലങ്ക ഇട്ട കാലുമായി ആരോ നടന്നു വരികയാണ് ഗൈസ്. ആരാണത്? അയ്യോ കിളവന്റെ ആത്മാവാണ്. എന്തായാലും അന്നേ ദിവസം ധനുഷ് അച്ഛനെ പോലെ കൊറിയൊക്കെ അടിച്ച് പൂന്നൂലൊക്കെ ഇട്ട് വെള്ളയും ഇട്ടങ്ങ് ഇറങ്ങിയേക്കുകയാണ്. അങ്ങനെ പറ, ചുമ്മയാണ് ഇത്ര നാളെ ശരിയാവാതിരുന്ന. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ശരിയായി വരണത്. അന്ന് ധനുഷ് നല്ല ഫസ്റ്റ് ക്ലാസ് ഇഡ്ഡലി ഉണ്ടാക്കി അങ്ങ് കൊടുക്കും. ആ ഇഡ്ഡലി തിന്ന കിളവന്റെ സകല നാസകാന്ത്രിക യന്ത്രങ്ങളിലൂടെ എല്ലാം വെള്ളം ഒഴുകും. കണ്ണൊഴിച്ച് ചുമ്മാ കണ്ണീന്ന് നിറയും.
അപ്പോഴാണ് ധനുഷിനെ തേടി നമ്മുടെ തലതെറിച്ചവൻ വരുന്നത് ഗൈസ്. ധനുഷിനെ കണ്ടുപിടിച്ച് ബാങ്കോക്കിൽ നിന്ന് ഇങ്ങി വന്നേക്കാണ് പുള്ളിക്കാരൻ. എന്നിട്ട് കടയുടെ ബോർഡ് തറയിട്ട് ചവിട്ടി പൊട്ടിക്കാൻ നോക്കും. അത് ധനുഷിന് ഇഷ്ടാകൂല. അളിയെ നിക്കറ് വലിച്ചിട്ട് മുണ്ടയച്ചിട്ട് കറങ്ങി ഒരു ചവിട്ട്. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇടികൊണ്ടവ ആശുപത്രിയിൽ നിന്ന് നേരെ എണീറ്റ് വന്നു പഞ്ചിങ് ബാഗിലൊക്കെ ഇടിച്ച് സ്വന്തം ട്രെയിനിങ് എടുത്ത് ബോഡിയൊക്കെ സെറ്റാക്കി തിരിച്ചു വന്ന് ധനുഷിന്റെ അടുത്ത് എന്നെ അടിക്കട. അപ്പോഴേക്ക് ധനുഷ് പൂർണ്ണ നഗ്നനായി നഗ്നനെന്ന് പൂർണ്ണ അഹിംസവാദിയായി മാറിയിരിക്കുകയാണ് ഗൈസ്. ധനുഷ് വിട്ടുകൊടുക്കുന്ന കണ്ട അവനെ ഈഗോ മൂത്ത് അവൻ പിന്നെ എടുത്തിട്ട് ഇടിക്കുവനെ. ഒടുവിൽ എന്ത് ചെയ്യുമെന്നോ കോണം വന്ന് അവൻ അവസാനം ഇവനെ വെടിവെച്ചാൽ കിട്ടും. ഇതേ സമയം ധനുഷിനെ തട്ടിക്കൊണ്ടു പോയ വിവരം അറിഞ്ഞ നാട്ടുകാരെ ധനുഷിനെ തപ്പി ആ നാട് മുഴുവൻ ഇറങ്ങും. ഒടുവിൽ അവർ തലതെറിച്ചവന്റെയും സത്യരാജിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒന്ന് കാവൽ നിൽക്കും. അതേസമയം നമ്മുടെ ഈ ആശാനില്ലേ, ഇദ്ദേഹം നമ്മുടെ ധനുഷ് കെട്ടായിരുന്ന ഈ പെണ്ണില്ലേ, സത്യരാജിന്റെ ഇളയ മകൾ, അവളെ കിഡ്നാപ്പ് ആക്കും. ഉന്നത ബന്ധം വെച്ച് സത്യരാജിനെ എങ്ങനെയും ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമെങ്കിലും സംഭവം കൈവിട്ട് പോയെന്ന് അപ്പോഴേ മനസ്സിലാക്കും. നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് കണ്ടെത്തി ധനുഷിനെ ഒരു ഹോസ്പിറ്റലിലാക്കും. പക്ഷെ തികഞ്ഞ അഹിംസാവാദിയായി മാറിയ ധനുഷ് അവരെ പേര് പറയൂല. പക്ഷെ ആ തളീന് ഇഷ്ടപ്പെടില്ല. വെടിവെച്ച് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവൻ അറിയാന്ന് പറയും. കട്ട മെയിലീഗോ. ഇങ്ങനെ വിട്ടാ ശരിയാവില്ല, എങ്ങനെയും അവനെ തകർക്കണമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ പോയി ആ നാട്ടിലെ പോലീസുകാരനെ കണ്ട് ധനുഷിന്റെ കട അങ്ങ് പൊളിക്കാനുള്ള ഉത്തരവ് കിട്ടുമെന്ന് നോക്കും. സംഭവം ഒരു റോഡ് സൈഡിൽ ഇരിക്കുന്ന കടയാണല്ലോ, അതിന് പേപ്പറൊന്നും കാണാൻ സാധ്യതയില്ലല്ലോ. പേപ്പർ ഇല്ലെന്ന് കാണിച്ച് ആ കട അവിടുന്ന് പൊളിച്ച് നീക്കാനായിട്ട് ഇവർ ശ്രമിക്കും. അതിന് ഇങ്ങനെ കുറച്ച് ചിക്കിളി എറിഞ്ഞ് ഇങ്ങനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ എങ്കിൽ അത് നടക്കൂല ഗൈസ്. പുള്ളിയെ കാശ് വാങ്ങിച്ച് പോയിട്ട് തിരിച്ചു എന്ന് പറയും. ആ കടയ്ക്ക് പേപ്പർ എല്ലാം ഉണ്ടെന്ന്. സംഭവം വേറൊന്നുമല്ല, ധനുഷിന്റെ അച്ഛൻ കട നടത്തിയ സമയത്ത് അവിടെ നിന്ന് ഇഡ്ഡലി കഴിച്ച് വളർന്ന് വലുതായാണ് പുള്ളി വലിയ പോലീസ് ഓഫീസർവരായെന്ന്. അന്ത കട ഒരു അടയാളോ, അവരെ നാട്ടിന്റെ അടയാളം നശിപ്പിക്കാൻ പുള്ളി കൂട്ടിക്കൂല. അതിനിടയിൽ ധനുഷിന്റെ കടയുടെ ഓപ്പോസിറ്റ് പൊറോട്ട കട ഇട്ടേക്കണ ഇദ്ദേഹം അന്ന് കഴിച്ച പൊറോട്ട എല്ലിനിടെ കയറിയിട്ട് ധനുഷിന്റെ വീട്ടിൽ നിന്ന് അവന്റെ പശുക്കുട്ടിയെ വെട്ടിക്കൊല്ലാൻ നോക്കും. പശുക്കുട്ടിയെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് പിന്നെ അവിടെ ഒരു ഘോര അടിയാണ്. അവിടെ വൻ വിഷയം നടക്കുന്നതിന്റെ ഇടയിൽ കൂടെ അവന്റെ മെയിലേക്കും ചുമന്നുകൊണ്ട് വന്ന് ധനുഷിന്റെ കടയിൽ പെട്രോൾ ഒഴിച്ച് അത് കത്തിക്കും ഗൈസ്. ഇനി ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞ സഹോദരനും കൂടെ കിടന്ന് വഴക്കൂടിയിട്ട് അവൾ എന്നെ സ്വന്തമായിട്ട് വെടിവെച്ച് ചാവാൻ പോണെന്നൊക്കെ പറയും. നീ എന്തിനടി നിനക്ക് ചാവാൻ പോണത്? എന്തൊരു മൊണ്ണ പെണ്ണാന്തോ. ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോടാ അവൻ ഒരെണ്ണം കൊടുക്ക. സത്യ ധനുഷിന്റെ കടയിൽ കത്താത്ത രണ്ട് സാധനം, അമ്മിക്കല്ലും അരക്കല്ലും. എന്തായാലും ഇത്രയൊക്കെ അല്ലേ, അവന്മാരെ പോയി വെട്ടിച്ചായ്ക്കെന്ന് പറഞ്ഞ് ഇവള് വെട്ടോത്തി എടുത്ത് കൊടുക്കുമ്പോൾ ധനുഷ് പറയും അഹിംസയാണ് ഏറ്റവും വലിയ ആണവായുധം എന്ന് പറഞ്ഞിട്ട് കത്തി താഴെയിടും. എന്നിട്ട് രണ്ടുപേരും കൂടെ ചാണാനും ചെളിയും കുഴച്ച് ഒളിഞ്ഞു പോയ അതേപോലെ ഒരു കട ഉണ്ടാക്കി വെക്കും. എടാ ഇത് എന്താടാ, ഒരു നല്ല കട ഉണ്ടാക്കി കൂടാ നിനക്കൊക്കെ. മീൻവെയിൽ അടികിട്ടി മനസ്സ് മാറിയ നമ്മളെ തലതെറിച്ചവനും അവന്റെ ഫാമിലി എല്ലാം കൂടി ഇവിടെ വരികയാണ്. എന്നിട്ട് ധനുഷിന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവന്റെ മുഖത്തിട്ട് ഒരെണ്ണെങ്കിലും കൊടുക്കുമെന്ന്. എന്നിട്ട് എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് ഇവന് കൊടുക്കണമെന്ന് പറഞ്ഞ് അവരെ നിർബന്ധിക്കുമ്പോൾ അവനെ കൊണ്ട് മാവാട്ടിക്കും. അങ്ങനെ പടം തീരുകയാണ് ഗൈസ്. അഹിംസ വിജയിച്ചു, അക്രമം തോറ്റു. പടം ഇവിടെ പൂർണ്ണമാകുകയാണ് ഗൈസ്. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നോക്കൂ, ഇതൊരു ആവറേജ് സിനിമയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇതിനെ റോസ്റ്റായി കാണേണ്ട ആവശ്യമില്ല, ഞാനിത് റോസ്റ്റ് ചെയ്തിട്ടില്ല. എന്റെ കുറച്ച് വ്യക്തിപരമായ അഭിപ്രായം ഞാൻ നിങ്ങളോട് രേഖപ്പെടുത്തിക്കോട്ടെ. നോക്കൂ, കഴിഞ്ഞ കാലമൊക്കെ വളരെ മനോഹരമായിരുന്നു നമ്മൾ പറയും. നമ്മൾ നിൽക്കുന്ന ഈ കാലഘട്ടം ഒന്ന് ശ്രദ്ധിക്കൂ. പലപ്പോഴും പലവട്ടവും പല ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ പോലും പണ്ടൊക്കെ എത്ര നല്ലതായിരുന്നു, കുട്ടിക്കാലം എത്ര അതിമനോഹരമായിരുന്നു. നോക്കൂ, നമുക്ക് വ്യസനം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന ഒരുതരം മരീചികയാണ് ഈ പഴയ കാലത്തെ നൊസ്റ്റാൾജിയ. നോക്കൂ, നല്ല അനുഭവങ്ങൾ എപ്പോഴും നമ്മുടെ പ്രവൃത്തിയെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. ഭാവിയിൽ നമ്മൾ നല്ലത് ചെയ്താൽ തൊട്ടടുത്തുള്ള ഭാവിയിൽ നമുക്ക് അതിനേക്കാൾ നല്ലത് ലഭിക്കും. സമയം എപ്പോഴും മുന്നോട്ടൊഴുകുന്ന ഒരു വസ്തുവാണ്. പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യർ ഭൂതകാലത്തെ കളഞ്ഞിട്ട് വർത്തമാനത്തെ പറ്റി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ധനുഷ് തന്നെയാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള സിനിമകൾ സിനിമകളായി മാത്രം നമ്മൾ കണ്ടൊതുക്കുക, അതിനെ നമ്മൾ വലിയ കാര്യമായി കാണേണ്ടതില്ല. പക്ഷേ സിനിമ വലിയൊരു മീഡിയ ആയത് കാരണവും ഒരു വലിയ എഡ്യൂക്കേഷൻ സിസ്റ്റം കൂടി ആയത് കാരണവും സിനിമ കാണുന്ന പ്രേക്ഷകരെ അത് ഉറപ്പായും സ്വാധീനിക്കും. പഴമയും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഇവിടെ വികസനം ഉണ്ടാവില്ല ഗൈസ്. പലതും പൊളിച്ചു നീക്കിയും വഴി വെട്ടിയുമാണ് ഇവിടെ വികസനം ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഫോർച്ചുനേറ്റ്ലി നമ്മളൊരു ദരിദ്ര രാജ്യത്താണ് ജീവിക്കുന്നത്. അതിനാൽ ഇവിടെ വികസനം അത്യാവശ്യമാണ്. വരും തലമുറയ്ക്ക് വേണ്ടെങ്കിൽ നമ്മൾ പല ത്യാഗങ്ങളും സഹിച്ച് ഇവിടെ വികസനം കൊണ്ടുവരേണ്ടത് അത്യാവശ്യവും അനിവാര്യവുമാണ്. പെട്ടിക്കടകളും പിള്ളേച്ചന്മാരും നിലനിന്നോട്ടെ, പക്ഷെ അവിടെ കിട്ടുന്ന രുചിയാണ് രുചി. അതൊക്കെയാണ് വികാരം, അതൊക്കെയാണ് കാലം. കലർപ്പില്ലാത്ത മായമില്ലാത്ത ലോകം, അതൊക്കെയാണ് നല്ലത്. അത് മാത്രമാണ് നല്ലതെന്ന് പറഞ്ഞ് പൊക്കിയെടുക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. അതിനാൽ തന്നെ ഈ സിനിമയോടുള്ള എന്റെ വിയോജിപ്പിനെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ഒരു റോസ്റ്റായി കാണണ്ട എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇത് നിർത്തുകയാണ് ഗൈസ്. നമുക്ക് നല്ലൊരു റോസ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. ഏത് Thanks. Love you.